അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുഗ്രഹരാത്രിയിൽ കർത്താവിൻ്റെ കൂടെ അല്പസമയമായിരിക്കുവാൻ തൻ്റെ മക്കളെ അവിടുന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഈശോ വിളിക്കുമ്പോഴൊക്കെ സന്തോഷത്തോടു കൂടി മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഓടിയണയുവാൻ നമുക്കെല്ലാവർക്കും ഇടയാണ്. ഈശോയുടെ കൂടെ നമുക്കെല്ലാം ഉണ്ട് മക്കളെ. സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സൗഖ്യമുണ്ട്, ആശ്വാസമുണ്ട്, വലിയ സംരക്ഷണമുണ്ട്. ഈ ലോകത്ത് എവിടെയൊക്കെ ഓടി നടന്നാലും ഓടി അലഞ്ഞാലും എവിടെയും കിട്ടാത്ത സമാധാനം ഈശോയ്ക്ക് മാത്രമേ നമുക്ക് തരാൻ പറ്റൂ. അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞില്ലേ, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് ഈശോയിൽ വിലയം പ്രാപിക്കുമ്പോഴാണ്. നീ വേദനിക്കുന്ന വ്യക്തിയായിരിക്കാം, തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം, ഏതവസ്ഥയിലുമാകട്ടെ കുഞ്ഞെ, ഈശോ നമുക്ക് സമാധാനം തരും, ആശ്വാസം തരും. ഏത് രോഗത്തിലും, ഏത് പാപത്തിലും, ഏത് തകർച്ചയിലും, ഏത് പ്രതിസന്ധിയിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവല്ലേ മക്കളെ ഈശോ. ആ ഈശോയാണ് നമ്മുടെ അരികിലേക്ക് ഇപ്പോൾ കടന്നു വരിക. സന്തോഷത്തോടെ, നന്ദിയോടെ, പ്രത്യാശയോടെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. ഈശോയെ വിളിച്ചപേക്ഷിക്കാം. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യേ എഴുന്നള്ളി വരുന്നു. എന്നിൽ വന്നു നിറയൂ നീ, വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. അയോഗ്യമാനസനാണു ഞാൻ, എങ്കിലും നിൻ കൃപയേകണേ. അയോഗ്യമാനസനാണു ഞാൻ, എങ്കിലും നിൻ കൃപയേകണേ. നിൻ രൂപമേകുവാൻ വന്നിടുക, പാവനാത്മാവാൽ നീ നിറയ്ക്കൂ. നിൻ
യേശുവേ എന്നിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ എന്നിൽ വന്നു നിറയൂ നീ. എന്നിൽ വന്നു നിറയൂ നീ. എന്നിൽ വന്നു നിറയൂ നീ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഏരിയയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു കർത്താവേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം എത്രമാത്രം സമീപസ്ഥനായിരിക്കുന്നു. മറ്റേത് ശ്രേഷ്ഠ ജനതയുള്ള മക്കളെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു വന്നിരിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ സുഖപ്പെടുത്തുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമുക്ക് ജീവൻ നൽകുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമുക്ക് സമാധാനം നൽകുവാൻ ഈശോ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ആരാധിച്ച് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാം സമർപ്പിച്ച്, എല്ലാം ഫലമേൽപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ ഈ രാത്രിയിൽ നിറച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മോട് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ എപ്പോഴും ആഗ്രഹിച്ചൊരു വലിയ കാര്യമാണ് നാമെല്ലാവരും സമാധാനം അനുഭവിക്കണം എന്നുള്ളത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് സമാധാനം. ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സമാധാനം നിറച്ചു നൽകുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ അറിയുക. എവിടെ നോക്കിയാലും സമാധാനമില്ല. സമാധാനക്കേടുകളെ കുറിച്ചേ കേൾക്കാനുള്ളൂ. അനേക മക്കൾ വിളിക്കുന്നു, കണ്ണീരോടെ വിളിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഓടി അണയുന്നു, ധ്യാനിക്കാൻ വേണ്ടി വരുന്നു, പല സ്ഥലങ്ങളിലും ഓടി അലയുന്നു. ഒറ്റ കാരണമുള്ളൂ, സമാധാനമില്ല, സമാധാനമില്ല. ഈശോയെ, സമാധാനം അങ്ങയിൽ മാത്രമാണ്. ഈ ലോകത്ത് എവിടെയൊക്കെ ഓടി അലഞ്ഞാലും, എവിടെയൊക്കെ ഓടിത്തിരഞ്ഞാലും അങ്ങയിൽ അണയാത്തിടത്തോളം കാലം സമാധാനം ഞങ്ങൾക്ക് ലഭ്യമല്ല. ഈ വലിയ തിരിച്ചറിവ് അങ്ങയുടെ മക്കൾക്കുണ്ടാകട്ടെ. ഈശോയെ, അങ്ങയുടെ വലിയ സമാധാനത്തിലേക്ക്, അങ്ങയുടെ വലിയ ശാന്തിയിലേക്ക്, അങ്ങയുടെ വലിയ സന്തോഷത്തിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഈ രാത്രി ചേർത്ത് പിടിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇതാ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. സമാധാനദാതാവായ കർത്താവെ, അങ്ങ് നൽകുന്ന സമാധാനവും ശാന്തിയും അങ്ങയുടെ മക്കളിൽ ഈ രാത്രിയിൽ നിറയട്ടെ എന്ന് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത മേഖലകൾക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനം തേടിയുള്ള യാത്ര ഇന്ന് പല മക്കളെയും പലതിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട്. സമാധാനം തേടി പല മക്കളും ലോകത്തിൻ്റെ പിന്നാലെ ഓടി അലയുന്നു, സമ്പത്തിൻ്റെ പിന്നാലെ ഓടി അണയുന്നു, മദ്യത്തിലേക്ക്, ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുന്നു. അല്പസമാധാനത്തിന് വേണ്ടി എന്ന് പലതും പറയും. കുടുംബത്തിൽ പ്രശ്നമാണ്, രോഗങ്ങളാണ്, മക്കളെ ഓർത്തുള്ള ഒത്തിരി വേദനയാണ്. സമാധാനമില്ല, സമാധാനമില്ല. അനേക മക്കള് തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക്, അവിഹിത ബന്ധങ്ങളിലേക്ക്, പല പല പാപസുഖങ്ങളിലേക്ക്, പാപബന്ധങ്ങളിലേക്കും, ദുശീലങ്ങളിലേക്കും, മൊബൈലിലേക്കും, ഗെയിമുകളിലേക്കും, ഒത്തിരി സിനിമകളിലേക്കും, ലോകത്തിൻ്റെ നൈമിഷിക സുഖഭോഗങ്ങളിലേക്കുമൊക്കെ തിരിഞ്ഞ് നശിച്ച് അടങ്ങി ഒടുങ്ങിയിരിക്കുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും അവസ്ഥകളും. ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കേ ഞങ്ങൾക്ക് സമാധാനം തരാൻ പറ്റും. കാരണം സമാധാനം നഷ്ടപ്പെട്ടു പോകാനുള്ള ഓരോ മേഖലകളിലും അങ്ങേക്കേ ഇടപെടാൻ പറ്റൂ. രോഗം വന്ന്
സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കളെ സൗഖ്യപ്പെടുത്താൻ അങ്ങേക്കേ പറ്റൂ. പാപത്തിൽപ്പെട്ട് കുറ്റബോധത്താൽ നീറി സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ആ പാപം നീക്കി സമാധാനം നൽകാൻ അങ്ങേക്കേ പറ്റൂ. പിശാചനാൽ ബന്ധിക്കപ്പെട്ട മക്കള് സമാധാനം നഷ്ടപ്പെട്ട് അവന്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് ആ പിശാചിനെ ബഹിഷ്കരിച്ച് യഥാർത്ഥമായ സമാധാനം നൽകാൻ അങ്ങേക്കേ പറ്റൂ. സാമ്പത്തികമായി തകർന്ന് ഇനി ഒരിക്കൽ പോലും നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം കൂനിപ്പോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നിവർത്തി നിർത്താൻ അങ്ങേക്കേ പറ്റൂ. ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഈ രാത്രിയിൽ അങ്ങയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് ഇതാ ഓടി അണയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണോ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ നിന്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയെ ഈ രാത്രിയിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ട്, പ്രതിസന്ധികൾ നമുക്കുണ്ട്, തടസ്സങ്ങൾ നമുക്കുണ്ട്, വേദനകൾ നമുക്കുണ്ട്, നിരാശ നമുക്കുണ്ട്, കുറ്റബോധങ്ങൾ നമുക്കുണ്ട്, ഒത്തിരി ദുർബലതകൾ നമുക്കുണ്ട്, ആസക്തികൾ നമുക്കുണ്ട്, ചില പൈശാചിക കെട്ടുകൾ നമുക്കുണ്ട്, അറിഞ്ഞും അറിയാതെ ചെയ്തുപോയ പാപത്തിൻ്റെ നിരാശ നമുക്കുണ്ട്. അതിൻ്റെ ഓർമ്മകൾ നമ്മെ ഒത്തിരി അലട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും പാപം ചെയ്യണം എന്നുള്ള ആസക്തികളാൽ നമ്മൾ കലുഷിതമായി പോകുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ ഈശോയെ, അങ്ങയുടെ സമാധാനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് വലിയ ദാഹത്തോടെ എല്ലാ മക്കളും ഈ സമയം പ്രാർത്ഥിക്കേണ്ട മക്കളെ. കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ ആ സന്തോഷം ഈ രാത്രിയിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മിലേക്ക് പ്രവഹിക്കട്ടെ. സമാധാനം നഷ്ടപ്പെട്ടു പോയ എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ശക്തി വിടുതലും സൗഖ്യവും വിമോചനവുമായിട്ട് മാറട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയ എല്ലാ മേഖലകളെയും എല്ലാ വ്യക്തികളെയും എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു കർത്താവേ. സമാധാനം നഷ്ടപ്പെട്ടു പോയ എൻ്റെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, എൻ്റെ പാപങ്ങൾ, വീണ്ടും വീണ്ടും വീണു പോകുന്ന പാപത്തിന്റെ മേഖലകൾ, ചില പൈശാചിക പ്രലോഭനങ്ങളും വീഴ്ചകളും അവന്റെ ബന്ധനങ്ങളും, സാമ്പത്തിക തകർച്ചകൾ, വഴുതെറ്റിപ്പോയ മക്കളെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കള്, ജീവിത പങ്കാളിയെ ഓർത്ത് വേദനിച്ച് സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിത പങ്കാളികൾ, എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ സമാധാനത്തിന്റെ ശക്തി എല്ലാ മക്കളും വ്യാപരിക്കട്ടെ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഈശോയുടെ സമാധാനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദാനത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിച്ച് സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ, എന്റെ സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ. സ്വീകരിക്കും മക്കളെ. ഈ ലോകം തരും പോലല്ല ഞാൻ തരുവതൻ സമാധാനം നൽകിടും. സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ, എന്റെ സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ. ഈ ലോകം തരും പോലല്ല ഞാൻ തരുവതൻ സമാധാനം നൽകിടും. ഈശോയെ നോക്കി തിരുകരങ്ങളെ യാചനാപൂർവം പിടിച്ച്, എൻ്റെ കർത്താവേ, അങ്ങയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി പറഞ്ഞു, ഒരു സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല. ഈശോയെ, ആ സമാധാനം എനിക്ക് അങ്ങ് നൽകണം, എൻ്റെ കുടുംബത്തിൽ നൽകണം. അതിനുവേണ്ടി പരിതാപത്തോടെ
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. ഹൃദയമൊരു നാളും കലങ്ങിടരുതേ, ചെറിയൊരജഗണമേ ഭയം നീടരുതേ. ഹൃദയമൊരു നാളും കലങ്ങിടരുതേ, ചെറിയൊരജഗണമേ ഭയം നീടരുതേ. യുഗയുഗാന്ത്യത്തോളവും ഞാൻ കൂടെയുണ്ടല്ലോ, യുഗയുഗാന്ത്യത്തോളവും ഞാൻ കൂടെയുണ്ടല്ലോ. സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ, എന്റെ സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കും മക്കളെ. യഥാർത്ഥമായ സമാധാനം കണ്ടെത്തിയാൽ നമ്മുടെ മക്കളാരും യോഗത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും മദ്യത്തിന്റെയും ലഹരിയുടെ പിന്നാലെ പോകത്തില്ല. മക്കളെ, ഈശോ നകന്നു കഴിയുന്ന മക്കൾക്ക് ഒരിക്കലും സമാധാനം ലഭിക്കത്തില്ല. അവർ പാപത്തിലേക്കും ലോകത്തിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ അങ്ങ് നൽകുന്ന സമാധാനം ലഭിച്ചാൽ, ആ സന്തോഷം ലഭിച്ചാൽ ഞങ്ങൾ ആരും വഴിതെറ്റി പോകത്തില്ല, ഒരു തിന്മയുടെ പിന്നാലെ പോകത്തില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈശോ തരുന്നു, അത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. കുരുവിയെ പോലും കരുതലോടോർക്കും സകലമറിയും നൽ പിതാവിൻ തനയ. കുരുവിയെ പോലും കരുതലോടോർക്കും സകലമറിയും നൽ പിതാവിൻ തനയ. ദൈവരാജ പ്രജകളായ ഭാഗ്യവാന്മാരേ, ദൈവരാജ പ്രജകളായ ഭാഗ്യവാന്മാരേ, സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ. സമാധാനം ഞങ്ങളിൽ നിറയട്ടെ. എന്റെ സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ. നിറയട്ടെ കർത്താവേ. ഈ ലോകം തരും പോലല്ല സമാധാനം ഞാൻ തരുവതൻ, സമാധാനം നൽകിടുന്നിതാ. സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ, എന്റെ സമാധാനം നിങ്ങൾ കരുളുന്നു ഞാൻ. ദിവ്യകാരുണ്യീശോയെ, സമാധാനം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഒത്തിരിയേറെ മേഖലകളുണ്ട് കർത്താവ്. ആ മേഖലകളിലേക്കൊക്കെ അങ്ങയുടെ സമാധാനം കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം ഇപ്പോൾ നിറച്ചു നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കൾ ചിലപ്പോഴെങ്കിലും പാപം ചെയ്ത് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി അതിൻ്റെ കുറ്റബോധത്താൽ നീറുന്ന അവസ്ഥയിൽ ഇനി എവിടെയെങ്കിലും ചെന്ന് അവസാനിച്ചോട്ടെ എന്ന് പോലും കരുതിക്കൊണ്ട് അതിൽ തന്നെ തുടരുന്ന മക്കളുണ്ട് കർത്താവേ. യഥാർത്ഥ സമാധാനം അവർക്കില്ല, സമാധാനമില്ല. എന്നിട്ടും നൈമിഷികമായ ഒരു സന്തോഷത്തിന് വേണ്ടി പാപകരമായ ബന്ധങ്ങൾ ഒത്തിരി തുടരുന്ന മക്കളുണ്ട് ഈശോയെ. കർത്താവേ, ചില മക്കളെങ്കിലും പറയുന്നുണ്ട് ഈശോയിലേക്ക് തിരിഞ്ഞിട്ടും ഞങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്നില്ല, ഒരു സന്തോഷം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കൾ വീണ്ടും വീണ്ടും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈശോ അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല.
ഈ കുടിക്കുന്ന ജലം നീ കുടിച്ചാൽ വീണ്ടും നിനക്ക് ദാഹിക്കും. സമാധാനത്തിനു വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിനു വേണ്ടി ഇന്ന് പല മക്കളും ഈ ലോകത്തിന്റെ ജലം കുടിക്കുക. മദ്യത്തിന്റെ, ജഡിക പാപത്തിന്റെ, ലോകസുഖഭോഗത്തിന്റെ, അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെ പിന്നാലെ പോയി ഇന്ന് നശിച്ച് സാത്താന്റെ പിടിയിൽ അമരുമ്പോ, ഈശോയെ അങ്ങയുടെ സമാധാനം കിട്ടിയ ഞങ്ങൾ ആരും, ഒരു മക്കളും മറ്റൊരു സമാധാനം തേടി പോകില്ല. അങ്ങ് പറഞ്ഞില്ലേ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറി. ഈ സമാധാനം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും ശരിക്കും രുചിച്ചറിഞ്ഞാൽ ഈശോയെ മറ്റൊരു സമാധാനത്തിന് വേണ്ടി ഒന്നും തേടി ഞങ്ങൾ ആരും പോകത്തില്ല. ഞങ്ങൾ ഈ രാത്രിയിൽ അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ സമാധാനം, അങ്ങ് നൽകുന്ന സമാധാനം, അതാണല്ലോ കർത്താവേ യഥാർത്ഥമായ സംതൃപ്തി. അത് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നിറച്ചു നൽകണമേ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും. ഈശോയെ, അതിനായിട്ട് സമാധാനദാതാവായ ഈശോയെ ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വരിക വരിക യേശുവേ, ആ ഈരടികൾ ഒരിക്കൽ കൂടി ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനദാതാവായ ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും സമാധാനം നഷ്ടപ്പെട്ടു പോയ ഓരോ ഇടങ്ങളിലേക്കും ഈശോയെ വരണമേ എന്ന് വലിയ ദാഹത്തോടെ ചേർന്ന് പാടി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. സഹോദരങ്ങളെ, നമ്മളെല്ലാ യുവമക്കളെയും എല്ലാ കുഞ്ഞുമക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി അസ്വസ്ഥരാണ് നമ്മുടെ മക്കള്. സമാധാനമില്ലാതെ, സമാധാനം തേടി കൂട്ടുകെട്ടുകളിലും പല പല ലഹരികളിലും ഒത്തിരി ജഡിക പാപത്തിലും മൊബൈലിലും ഒക്കെ അടിമപ്പെട്ട് ഒത്തിരിയേറെ മക്കള് നശിച്ചു പോകുമ്പോൾ, കർത്താവേ അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും ദിവ്യകാല സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളിലേക്ക് വന്ന് നിറയണമേ, സമാധാനമായിട്ട് നിറഞ്ഞ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും മക്കൾക്ക് വേണ്ടി ഈശോയെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച മക്കളെ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, മക്കളിൽ വന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, മക്കളിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, മക്കളിൽ വന്നു നിറയൂ നീ. സമാധാനമായി സന്തോഷമായി രാത്രിയിൽ ഞങ്ങളിലേക്ക് വന്നതിനെയോർത്ത്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിനെയോർത്ത്, ഞങ്ങളുടെ മക്കളെ നിറഞ്ഞതിനെയോർത്ത് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. മക്കളെ കണ്ട് പ്രാർത്ഥിക്കും, കുടുംബത്തെ കണ്ട് പ്രാർത്ഥിക്കും, ജീവിത പങ്കാളിയെ കണ്ട് പ്രാർത്ഥിക്കും, പ്രിയപ്പെട്ടവരെ കണ്ട് പ്രാർത്ഥിക്കും. യേശുവിന്റെ സമാധാനം അവരിൽ നിറയപ്പെടുന്നത് കണ്ട് പ്രാർത്ഥിക്കും. സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, വലിയ സന്തോഷത്തില് എല്ലാ മക്കളും ആനന്ദിക്കട്ടെ. ആരാധന ആരാധന ആരാധന, മഹത്വം മഹത്വം, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധന ആരാധന. ഈശോയെ നന്ദി കർത്താവേ.
കർത്താവിൻ്റെ ആശീർവാദം ഈ സമയം നാം സ്വീകരിക്കുമ്പോൾ കർത്താവ് നൽകുന്ന വലിയ വാഗ്ദാനമാണ് ഈ സമാധാനം. കർത്താവ് ഈ ആശീർവാദ സമയം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരിലും ഞങ്ങളുടെ വീട്ടിലും മണ്ണിലും അങ്ങയുടെ സമാധാനത്തിൻ്റെ കതിരുകൾ വീശി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം എല്ലാ മക്കളും സ്വീകരിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാനം നൽകി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാ